അശ്വിൻ, ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സംഭവമാണ് ഇത്. താങ്കൾ അതിന്റെ വിവരങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അതെ അതെ, ഇപ്പൊ അറിഞ്ഞു. വയറ്റിൽ കത്രിക കുടിക്കുന്നതല്ലേ? അതെ അതെ അതെ, കുറച്ചു നാളായും തോന്നുന്നു. 5 വർഷമായി. 5 വർഷം. ഇതിപ്പോ ഒരു സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട് ഇതുപോലെ ഹർഷിനയുടെ വയറ്റിൽ ഇതുപോലെ കത്രിക കുടുങ്ങി. അവരെ സഹായം ചെയ്യാൻ വേണ്ടി യാതൊന്നും ചെയ്തില്ല. പ്രതിപക്ഷ നേതാവ് 1 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പൊ ഞാനും 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി. കാരണം ആ പാവത്തിൽ മരുന്ന് പോലും വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഗവൺമെന്റ് നടക്കുന്ന ഉറപ്പുകൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്ഥിതി അല്ലെങ്കിലും വളരെ ദയനീയമാണ്. പല കാര്യങ്ങളിലും അവിടെ പോയിരുന്ന രോഗികള് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്കൊരു മെഡിക്കൽ കോളേജാണോ ഇത് തോന്നില്ല. ഞാൻ നമ്മുടെയൊക്കെ മന്ത്രങ്ങളിൽ ഹരിപ്പാട് നിന്നൊക്കെ ആളുകൾ പോകുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. വളരെ നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് അവിടെ ഉണ്ടാകുന്നത്. രോഗികൾക്ക് വലിയ പരാതിയാണ്. ഇപ്പൊ കണ്ടില്ലേ, 5 വർഷം മുമ്പ് ഒരു ശസ്ത്രക്രിയക്ക് ചെന്ന വീട്ടമ്മയുടെ വയറ്റിലാണ് കത്രിക കുടുങ്ങിയിരിക്കുന്നത്. കണ്ടോ, ആളുകൾക്ക് ശസ്ത്രക്രിയക്ക് പോകാൻ പോലും പേടിയാണ് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ. എങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് ആശുപത്രിയിൽ പോകാൻ കഴിയും? സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാൻ പറ്റുന്നവരൊക്കെ പണക്കാരല്ലേ. ഈ പാവങ്ങൾ എങ്ങനെ പോകും? അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി ഗവൺമെന്റ് എടുക്കണം. കോഴിക്കോട്ടെ സംഭവത്തോടു കൂടി തന്നെ ഗവൺമെന്റിൽ ഒരു പ്രതീക്ഷയും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇത് ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ശക്തമായി തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് ഗവൺമെന്റിന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ ഹർഷിനയുടെ കാര്യത്തിലും പക്ഷേ ഈ ഹർഷിൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒന്നും സംഭവിച്ചില്ലല്ലോ ശ്രീ രമേശ് ചെന്നിത്തല. ഒറ്റ പൈസ പോലും കൊടുത്തില്ല പാവത്തിന്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വീടിൽ സത്യാഗ്രഹം ഇരിക്കുമ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി. അവിടെ അവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ എന്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്നാണ് അവശേഷിച്ച് 1 ലക്ഷം രൂപയുടെ അവർക്ക് കൊടുത്തു. അത്ര കഷ്ടമാണ്. മന്ത്രി എന്തെല്ലാം പ്രോമിസ് ചെയ്തു, ഒന്നും കൊടുത്തില്ല. സത്യത്തിൽ സങ്കടം തോന്നുന്നു. ഇതിപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിൽ, പക്ഷേ ഇത് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുമ്പോൾ ഈ ചികിത്സാ പിഴവ് അല്ലെങ്കിൽ അനാസ്ഥ അത് തുടർക്കഥയായിട്ട് മാറുമ്പോൾ ഈ സിസ്റ്റം അതൊന്നും ഉടച്ചു വാർക്കേണ്ടതില്ല. പക്ഷെ അത്തരത്തിലൊരു ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യമേഖലയിൽ ഉണ്ടാകുന്നുണ്ടോ ശ്രീ രമേശ് ചെന്നിത്തല? ഒരു തരത്തിലുമുള്ള സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കോഴിക്കോട്ടെ സംഭവത്തില്, ഹർഷിനയുടെ സംഭവത്തില് ഇവർക്ക് ഇതേ അവസ്ഥ ഉണ്ടാവുമെന്നുള്ള പേടിയാണ് എനിക്കുള്ളത്. ഏതായാലും അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം ഞങ്ങൾ ചെലുത്തും. ശരി, നന്ദി ശ്രീ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഹർഷിനയുടെ കാര്യം സൂചിപ്പിക്കുകയായിരുന്നു. നേരത്തെ കോഴിക്കോട് നടന്ന വലിയ സമരങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സമാന അനുഭവം നേരിട്ട യുവതിയാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടുമെന്ന് പറഞ്ഞെങ്കിലും ഹർഷിന ആവശ്യപ്പെട്ടതുപോലെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ല. ഇപ്പോഴും ഹർഷിനയ്ക്ക് സമരവുമായി തന്നെ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.